കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെ കല്യാണിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ ഇന്നത്തെ വിശേഷം ഒത്തിരി ലേറ്റ് ആയിട്ടോ വന്നേ. അപ്പൊ വിശേഷം താമസിച്ച് വന്നോണ്ടാ ഞാൻ ഇത്ര ലേറ്റ് ആയിട്ട് ഇടുന്നത്. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അപ്പൊ ഇന്നത്തെ വിശേഷത്തിൽ കാണിക്കുന്ന ലക്ഷ്മിയുടെ അടുത്ത് ഭാനുമതി അമ്മ പ്രകാശനെ നിൽക്കുകയാണ്. ഈ സമയം പ്രകാശൻ പറഞ്ഞു, നിന്റെ വയറ്റ് വളരുന്ന കുഞ്ഞ് പെണ്ണാണെങ്കിൽ ഒരു കാരണവശാലും അത് ജീവനോടെ പുറത്തു വരില്ലെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മി പറഞ്ഞു, നിങ്ങൾ എന്താ പ്രകാശേട്ടെ പറയണേ? എന്റെ വയറ്റ് വളരുന്ന കുഞ്ഞ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഞാൻ അതിനെ വളർത്തുമെന്ന് പറയാം. ആഹാ, അത്രയ്ക്ക് അഹങ്കാരമാണെന്ന് ചോദിച്ച ലക്ഷ്മീനെ തല്ലാനായിട്ട് കൈ പൊക്കണം. ഈ സമയം ഭാനുമതിയമ്മ പറഞ്ഞു, നീ എന്താ പ്രകാശ ചെയ്യുന്നേ? ഈ സമയത്ത് തല്ലിക്കൂടാ, അത് അപകടമാണെന്ന് പറയണം. പിന്നെ ഇവള് പറയുന്ന കേട്ടില്ല അമ്മേ. നീ വിട്ടുകള പ്രകാശ, നമുക്ക് നോക്കാന്ന് പറയണം. ലക്ഷ്മി പറഞ്ഞു, നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? ഒരു കാരണവശാലും എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ മനസ്സിലൊരു വിചാരം കാണും, പെൺകുട്ടിയാണെങ്കിൽ എന്തോ വലിയ ശാപം കിട്ടിയതാണ്. പക്ഷെ അങ്ങനെയല്ല, എനിക്ക് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കുഴപ്പമില്ല. ഞാനൊരു അമ്മയാൻ പോകുന്ന സ്ത്രീയാന്ന് പറയാം. പിന്നെ നിങ്ങളുടെ നാട്ടില് ഈ ആചാരങ്ങളൊക്കെ കാണുമായിരിക്കും, പെൺകുട്ടികൾ ജനിച്ചുകൂടാന്ന്. പക്ഷെ എൻ്റെ നാട്ടിൽ അങ്ങനെയല്ല. ഞാൻ പെൺകുട്ടികളെ ആൺകുട്ടികളെ ഒരേപോലെ കാണുന്ന ഒരു സ്ത്രീയാ. എനിക്ക് അതുകൊണ്ട് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ ഉദ്ദേശം ഒരിക്കലും നടക്കാൻ പോകുന്നുള്ളതെന്നറിയാം. പ്രകാശം പറഞ്ഞു, നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമാണെന്ന് ചോദിക്കണം. അതെ, ഇത് അഹങ്കാരമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. അന്നെങ്കിൽ ഈ നിമിഷം നീ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറയാം. ഞാൻ പൊക്കോളാം. ഒരു കാര്യം ചെയ്യാം, എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വിടാൻ പറയാം. എന്നാ വാടി, നിന്നെ ഇപ്പൊ തന്നെ കൊണ്ടുപോയാക്കാന്ന് പറയുമ്പോൾ ഭാനുമതിയമ്മ കയ്യെ കയറി പിടിച്ചു. നീ ഇങ്ങോട്ട് വന്നേ പ്രകാശ, നിന്നോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ എന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറക്കിക്കൊണ്ട് വരുവാണ്. ഈ സമയം പെട്ടെന്ന് കാർത്തിക് ഒന്ന് കണ്ണു തുറന്ന് പ്രകാശനെ ഇങ്ങനെ നോക്കുക. പ്രകാശൻ ഒന്നും അറിയത്തില്ലാതെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. ദുഷ്ടൻ, ഇവൻ കാരണമാണ്. പിന്നീട് വീണ്ടും കാർത്തിക് ഇങ്ങനെ കണ്ണടയ്ക്കുക. അപ്പൊ കാർത്തികയുടെ ഉള്ളിലേക്ക് ബാക്കി അവിടുത്തെ സംഭവങ്ങളൊക്കെ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുക. കാർത്തിക് കേട്ട കഥകളെല്ലാം വന്നുകൊണ്ടിരിക്കുക. പിന്നീട് അങ്ങനെ ലക്ഷ്മി അമ്മയ്ക്ക് പ്രസവവേദന തുടങ്ങി. അങ്ങനെ വയറ്റാട്ടി വന്ന് പ്രസവത്തിനായിട്ട് കൊണ്ടുപോയേക്കുവാണ്. ഈ സമയം ഭാനുമതിയമ്മ പ്രകാശനും അക്ഷമരായിട്ട് പുറത്ത് നിൽക്കുക. അങ്ങനെ കുഞ്ഞിന്റെ കരച്ചിലൊക്കെ കേട്ടു. ഈ സമയം ഭാനുമതിയമ്മ പറഞ്ഞു, പ്രസവിച്ചെന്നാ തോന്നേ. അത് പ്രകാശ ആണായിരിക്കോ പെണ്ണായിരിക്കോ? ഒരു പക്ഷേങ്കിൽ ഇനിയിപ്പോ ആൺകുഞ്ഞായിരുന്നാലോ? പ്രകാശന്റെ കണ്ണിലൊരു തിളക്കം ഉണ്ടായി. ശരിയമ്മേ, ആൺകുഞ്ഞാണെങ്കിൽ എന്ത് ഇതായിരിക്കില്ലേ, എന്ത് രസമായിരിക്കും എന്ന് പറയണം. ഈ സമയം വയറ്റാട്ടി അങ്ങോട്ട് വന്നു. വയറ്റാട്ടി വന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറത്തില്ല, അച്ചട്ടോ എന്ന് മനസ്സിലായാലോ, ഉണ്ടായിരിക്കുന്ന പെൺകുഞ്ഞാന്ന് പറയണം. എടുത്തി തല വീണൊരവസ്ഥയായിരുന്നു പ്രകാശനും ഭാനുമതിമയ്ക്കും. അമ്മീനെ എന്ത് ചെയ്യും? രണ്ടുപേരും കൂടെ അങ്ങോട്ട് കയറി ചെല്ലുവാണ്. അങ്ങനെ നോക്കി കഴിയുമ്പോൾ നല്ല ഓമനത്തുള്ളൊരു പെൺകുട്ടി, ഒരു കുഞ്ഞ്. അതപ്പോ അത് ലക്ഷ്മിയുടെ അരിയെ കിടക്കുവാണ്. ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കുക. ഈ സമയത്ത് വയറ്റാട്ടി, അതെ കുഞ്ഞുണ്ടായി, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല പ്രകാശാന്ന് പറയാണ്. പിന്നെ വയറ്റാട്ടി അങ്ങോട്ട് പോകുമ്പോൾ ഭാനുമതിയമ്മ പ്രകാശനും ഇങ്ങനെ തന്നെ നോക്കി കിടക്കുവാണ്. അപ്പൊ പെട്ടെന്ന് വണ്ടി അങ്ങോട്ട് ബ്രേക്ക് ഇട്ടു. കാർത്തിക് ഞെട്ടി കണ്ണു തുറന്നു. എന്ത് പറ്റി പ്രകാശ, എന്താന്ന് ചോദിക്കണം. അല്ല, അതൊരു വലിയൊരു കുഴിയുണ്ട് മാഡം, അതുകൊണ്ടാ. ഓ, ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അല്ല, നന്നായിട്ട് ഉറങ്ങിയായിരുന്നല്ലേ മാഡം? എന്ത് ചെയ്യാനാ, പ്രകാശിന് ഡ്രൈവിംഗ് അത്ര നല്ല സ്മൂത്ത് ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് കയറിയപ്പോഴേ ഉറക്കം വന്നു പറയണം. മനസ്സിലായി, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഈ കുഴി കണ്ടില്ല, അതുകൊണ്ടാ ബ്രേക്ക് ഇട്ട. സോറി ഇട്ടോന്നുണ്ടേ. അതൊന്നും കുഴപ്പമില്ല, പ്രകാശൻ ഡ്രൈവ് ചെയ്തോളാം പറയാണ്. പിന്നീട് പ്രകാശിനെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുവാണ്. പിന്നീട് കാണിക്കുന്ന വീണ്ടും കാർത്തിക് ഇങ്ങനെ കണ്ണടച്ചിരിക്കുവാണ്. കണ്ണടച്ചിരുന്ന് കഴിയുമ്പോൾ വീണ്ടും കാർത്തികയുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നത് ഇങ്ങനെ പ്രകാശനും ഭാനുമതിയമ്മയും കൂടെ ലക്ഷ്മി ഉറങ്ങുന്ന സമയത്ത് കുഞ്ഞിനെ എടുക്കുവാണ്. കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവാണ്. അപ്പൊ രാത്രി സമയത്താണ്. അങ്ങനെ കൊണ്ടുപോയി അവരെന്ത് ചെയ്യാണ്, ഈ ഓടയുടെ ഒരു സൈഡില് വലിയൊരു ഹോളുണ്ട്. അപ്പൊ അതിനകത്തേക്ക് കൊണ്ടുപോയി കുഞ്ഞിനെ അങ്ങോട്ട് വെക്കുക. എടാ പ്രകാശ, പ്രശ്നമാകുമോ? അപ്പത്തേനും മഴയൊക്കെ പെയ്യാൻ തുടങ്ങി, പട്ടികളൊക്കെ ഓരിയിടാനായിട്ട് തുടങ്ങി. എടാ, കുഞ്ഞ് എഴുന്നേറ്റ് കിടന്ന് കരയുന്നുണ്ട്, വല്ല പട്ടി വന്നിട്ട് അതിനെ കടിച്ചു കീറുമോ? അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലമ്മേ, അത് രക്ഷപ്പെടും, ആരെങ്കിലും വന്ന് അതിനെ എടുത്തോണ്ട് പൊക്കോളൂന്ന് പറയാം. എന്നാലും പ്രകാശം, എനിക്കൊരു പേടി. ഇനി നമ്മൾക്ക് അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റില്ല. നമുക്കിനി ഇവിടെ നിൽക്കാനേ പറ്റില്ല. നമുക്കിനി ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് പറയാം. ഇനി ഒരിക്കലും ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് പറയാം. അത് ശരിയാ, പക്ഷെ ആ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ട് അമ്മ ധൈര്യമായിട്ട് വാ, ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ലെന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ്. പിന്നീട് പെട്ടെന്ന് കാർത്തിക് അങ്ങോട്ട് കണ്ണ് തുറക്കുവാണ്. കണ്ണ് തുറന്നു കഴിഞ്ഞിട്ട് കാർത്തിക് ഇങ്ങനെ ചുറ്റും നോക്കുക. പിന്നീട് പ്രകാശനോടായിട്ട് മനസ്സിലിങ്ങനെ പറയാം, അന്ന് എന്നെ ഓടെ തള്ളിയിട്ട് വന്നാ നീ, പക്ഷെ ഞാൻ ഇന്നും മരിച്ചില്ലടാ. പക്ഷേങ്കില് ഇന്ന് ഞാൻ ജീവനോടെ ഇരിപ്പുണ്ട് നിന്റെ കൺമുന്നിൽ തന്നെ. അത് ഞാനടാ, ആ പെൺകുഞ്ഞ് ഞാനായിരുന്നടാ, ഈ കാർത്തികയെന്ന് മനസ്സിൽ പറയാണ്. ഈ സമയത്ത് പ്രകാശൻ പറഞ്ഞു, അല്ല മാഡം അവിടെ എത്തിയെന്ന് പറയാണ്. ഇത്ര പെട്ടെന്ന് എത്തിയെന്ന് ചോദിക്കണം. ഞാൻ അങ്ങനെ അറിഞ്ഞതേ ഇല്ലെന്ന് പറയണം.
പ്രകാശിന് ഡ്രൈവിംഗ് ഞാൻ എന്താണെങ്കിലും സമ്മതിച്ചു വന്നിരിക്കുന്നു കേട്ടോ. നല്ല സ്മൂത്തായിട്ട് ഒരു കുഴപ്പമില്ലാതല്ലേ ഇവിടം വരെ എത്തിച്ചേ. ഞാൻ പറഞ്ഞല്ലോ മാഡം, ഞാൻ നല്ലതായിട്ടോ ഡ്രൈവ് ചെയ്യുള്ളൂ. കാർത്തിയോട് ശരിയാ, വണ്ടി ഓടിയത് വഴി പോലും അറിഞ്ഞില്ല. അതേ സ്മൂത്ത്, അത്രയ്ക്ക് നല്ല സ്മൂത്ത് ആയിട്ടല്ലേ പ്രകാശൻ ഡ്രൈവ് ചെയ്തേ. ഞാനും പണ്ടേ ഇങ്ങനെ തന്നെയാണ് മാഡം. എനിക്ക് ഒരിക്കലും നമ്മുടെ കൂടെയുള്ള ആൾക്ക് ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാവരുത്, അങ്ങനെ ഞാൻ വിചാരിച്ചാണ് ഡ്രൈവ് ചെയ്യുള്ളൂ. അതുകൊണ്ട് എന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പ്രകാശൻ പറയാം. സമ്മതിച്ചു വന്നിരിക്കണത് കാലത്ത് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പുകഴ്ത്തി പറയാണ്. അല്ല, പ്രകാശിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഒരു കടൽപ്പുറത്തിന് അങ്ങോട്ടാ കൊണ്ടിരുന്നത്, ഒരു കടത്തേരി ഒരു ബീച്ച് പോലെയുള്ള. ഏയ്, ഇവിടെ അങ്ങനെ വന്നിട്ടില്ല. അല്ല, പ്രകാശൻ ആഴക്കടലിൽ പോയിട്ടുണ്ടോ? ഏയ്, ആഴക്കട പോയിട്ടില്ല മാഡം. എന്നാ നിന്നെ ഒരു ദിവസം ഞാൻ കൊണ്ടുകൂടാ. നിന്നെ കൊണ്ടാ ഞാൻ ഒരു ദിവസം മുക്കും. ആ ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കണത്. അല്ല, പ്രകാശം വരുന്നുണ്ടോ? നമുക്ക് വേണേ അവിടെ പോയി സൂര്യാസ്തമയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഏയ് വേണ്ട, മാഡം പോയിട്ട് പോരെ, ഞാനിവിടെ ഇച്ചിരി വിശ്രമിക്കാന്ന് വേണം. ശരി ശരി, അന്ന് ആയിക്കോ, പ്രകാശിനോടെ ഇരിക്കുക, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് കാർത്തി അങ്ങോട്ട് പോവാണ്. അങ്ങനെ കാർത്തി നടക്കുന്ന വഴിയെല്ലാം കാർത്തിയുടെ മനസ്സിൽ ഇങ്ങനെ ദേഷ്യം ഇങ്ങനെ നുരഞ്ഞു പൊങ്ങുമായിരുന്നു. ഇത്രയും കാലം അവിടുന്ന് പോന്നിട്ട്. അപ്പൊ പ്രകാശിന് അന്ന് തൊട്ടേ തുടങ്ങിയതാണ് ഈ വൈരുദ്ധ്യം. കാരണം കുറെ അന്ധവിശ്വാസങ്ങൾ നടുവി ജീവിച്ചുകൊണ്ട് പെൺകുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തോ വലിയ കഷ്ടകാലമാണ്, ശാപമെന്ന് പ്രകാശൻ കരുതിയിരുന്നത്. അതുകൊണ്ടാണ് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് പ്രകാശന് ആദ്യത്തെ രണ്ടാമത്തെ പെൺകുട്ടികളാണെന്ന് അറിഞ്ഞപ്പോൾ പ്രകാശൻ അത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ വന്നേ. ആ സ്വഭാവത്തിന് ഇപ്പോഴും ഇവിടെ വന്നിട്ട് ഒരു മാറ്റം ഉണ്ടായില്ല. അങ്ങനെ കാർത്തി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ബീച്ചിന്റെ അവിടെ ഒരു സ്ത്രീ ഇങ്ങനെ പുറംതിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ചെന്നിട്ട് അമ്മയെന്ന് വിളിക്കുവാണ്. അങ്ങനെ നോക്കുമ്പോൾ അവരാ സ്ത്രീ ഇങ്ങോട്ട് തിരിയുവാണ്. അത് മറ്റാരും ആയിരുന്നില്ല, ലക്ഷ്മി ആയിരുന്നു. ലക്ഷ്മി നല്ല സുന്ദരിയായിട്ടുണ്ട്, നല്ല നല്ല പ്രൗഢിയോട് കൂടിയാ നിൽക്കണേ. എന്താ മോളെ, അയാൾ വന്നിട്ടുണ്ട്. എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആ ദുഷ്ടൻ, അവൻ എത്തിയോന്ന് ചോദിക്കണം. അതെ, എൻ്റെ ഡ്രൈവറായിട്ടാണ് ഇപ്പൊ അവനെ കൊണ്ടുവന്നേക്കുന്നത്. ഡ്രൈവറായിട്ട് പുതിയതായിട്ട് അവനെ നിയമിച്ചെന്ന് പറയാം. അവനെ അല്ല, അമ്മയ്ക്ക് കാണണ്ടെന്ന് ചോദിക്കണം. അവനെയോ? ആ ദുഷ്ടനെ എന്നെ കൺമുന്നിൽ പോലും കാണിച്ചല്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അത്രയ്ക്ക് ദുഷ്ടൻ അവന്. അല്ല, അമ്മ എന്താ നിന്നും അടുത്ത് നിൽക്കേ? കുഴപ്പമില്ല മോളെ, ഇത് നല്ല സുഖമുള്ളൊരു കാത്തിരിപ്പല്ലേ. ഓരോ ദിവസവും ഞാൻ ഇങ്ങനെ നീറിയിരിക്കുന്നത് എന്തിനാണെന്നറിയോ? അവന്റെ പതനം കാണാൻ വേണ്ടിട്ടാന്ന് പറയാം. അവനെ ഞാൻ അപ്പോയിന്റ് ചെയ്തു. അവൻ ഞാൻ ആരാന്നോ വേറെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷേങ്കില് അവന്റെ രണ്ടാം ഭാര്യയുണ്ട് ഇപ്പം. പക്ഷെ ആ സ്ത്രീ ഒരു പാവാണ്. 2 പെൺമക്കളും ഉണ്ട്, ഒരു ചെറുക്കനും ഉണ്ട്. പക്ഷെ പെൺമക്കളുടെ സ്വഭാവം നല്ല സ്വഭാവമാ. പക്ഷേങ്കിൽ എന്നെപ്പോലെ തന്നെ അവരുടെ അവസ്ഥ. അവരെയൊക്കെ വീട്ടിൽ നിന്ന് പ്രകാശം നേരത്തെ ഇറക്കി വിട്ടു. പക്ഷെ എന്ത് ചെയ്യാനാ, അവർ നല്ല നിലയിലേ ഇപ്പൊ ജീവിക്കുന്നത്. പക്ഷെ ഇവനുണ്ടല്ലോ, ഇവൻ ഇപ്പൊ എല്ലാവരുടെയും മുന്നിൽ പിച്ച് തണ്ടിക്കൊണ്ടിരിക്കുക. ചെറുക്കൻ എന്ത് ചെയ്യുവാന്ന് ചോദിക്കണം. അവൻ ജയിലിലെ അമ്മയെന്ന് പറയാണ്. നീ ഒരു കാര്യം ചെയ്യണം, അവനെ അവിടെ നിന്ന് ഇറക്കണം, ജയിലിൽ നിന്ന് ഇറക്കണം. നീ ആരാന്നും അറിയരുത്. പിന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എന്തൊക്കെ ചെയ്യണോ, അതൊക്കെ എനിക്കറിയാമേ. പ്രകാശനോ ആരും അറിയത്തില്ല. അവനെ ഞാൻ ജയിലിൽ നിന്ന് ഇറക്കും. പിന്നീട് ഞാൻ കാണിച്ചു കൊടുക്കും പെണ്ണിന്റെ ശക്തി എന്താന്നുള്ള. ആണാണോ പെണ്ണാണോ, പെണ്ണിനെ തഴഞ്ഞിട്ട് അവൻ ആൺകുട്ടിക്ക് വേണ്ടി കാത്തിരുന്നവനല്ലേ, അവനോട്ടുള്ള പണി ഞാൻ കൊടുത്തോളാന്ന് പറയാം. ഈ സമയം ലക്ഷ്മിയാണ്. ശരിയാ മോളെ, ഇത്രയും കാലം ഞാൻ കാത്തിരുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ്. ശരിക്കും അവൻ അന്നവിടെ നാട് വിട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ആങ്ങളമാർ അവനെ കൊത്തി എരിഞ്ഞാനും. അന്ന് ഓടയിൽ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോന്നെങ്കിലും നിന്നെ എനിക്ക് തിരിച്ചു കിട്ടിയതുകൊണ്ടാ. പിന്നെ ഞാൻ എൻ്റെ ആങ്ങളമാരോട് പറഞ്ഞു അയാളൊന്നും ചെയ്യണ്ട, പോട്ടെ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അന്നെങ്ങാനും അവൻ തിരിച്ചു വന്നായിരുന്നെങ്കിൽ അവന്റെ അന്ത്യമായിരുന്നു. എനിക്കെന്റെ മോളെ തിരിച്ചു കിട്ടിയല്ലോ, അത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഒരു പ്രാർത്ഥന. ഇപ്പോഴെനിക്കൊരു സമാധാനം എന്താ, എൻ്റെ കാൽച്ചൂട്ടിലേക്ക് അവൻ വന്നില്ലേന്ന് ചോദിക്കണം. എന്നാലും അവൻ ദുഷ്ടനാമേ, അച്ഛനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ പാവ സ്ത്രീയാന്ന് തോന്നി ഇപ്പോഴത്തെ ഭാര്യ. എന്നാലും അവൻ ഈ ക്രൂരത ആ സ്ത്രീയോടും ചെയ്യാൻ തോന്നിയില്ലോ എന്ന് പറയാം. അമ്മ വിഷമിക്കണ്ട കേട്ടോ, അധികം വൈകാൻ തന്നെ അവന്റെ പതനം നമുക്ക് കാണാന്ന് പറയാം. ശരി മോളെ, നീ പൊക്കോ. ഞാനിവിടെ ഇങ്ങനെ റിസോർട്ടിൽ മുറിയെടുത്തിട്ടുണ്ട്. സൂര്യാസ്തമയം ഇതെല്ലാം കണ്ട് ഉദയമൊക്കെ കണ്ട് ഞാനിവിടെ സമയം തള്ളി നിൽക്കണം. നിന്റെ കമ്പനി ഉദ്ഘാടനം നടക്കട്ടെ ആദ്യം, അതിനുശേഷം വേണം നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട്. അപ്പൊ നീ വിളിച്ച കമ്പനി ഉദ്ഘാടനത്തിന് സമയത്ത് പറഞ്ഞാൽ മതി. അതുവരെ ഞാനിവിടെ ഉണ്ടാവുന്ന പറയാം. ശരിയമ്മേ, അന്ന് ഞാനങ്ങോട്ട് പോട്ടെ എന്ന് പറയാം. ശരി മോളെ എന്ന് പറയണ്ട. അങ്ങനെ പോയി കഴിയുമ്പോൾ കാർത്തി അങ്ങോട്ട് പോവാണ്. ഈ സമയം ലക്ഷ്മി മനസ്സിൽ പറയാം, അവന് എൻ്റെ കൈ കിട്ടും. ഈ തിരമാലകൾ ശാന്തമായിട്ടാണെങ്കിൽ ഇതിനേക്കാളും വലിയൊരു അഗ്നിയെ ഞാനും കൂടെ എരിച്ചു വിട്ടിരിക്കുന്നത്. എൻ്റെ മകള് കാർത്തിക, ഇനി അവനോടുള്ള പ്രതികാരം അവള് വീട്ടിക്കോളും. ഇനിയാണ് അവൻ ശരിക്കും കളി അറിയാൻ പോകുന്നത്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം പ്രകാശൻ ചോദിച്ചു, അല്ല കണ്ടോ, സൂര്യാസ്തമയം കണ്ടോന്ന് ചോദിക്കും. കണ്ടു. പ്രകാശനും കൂടെ വരണ്ടായിരുന്നു പറയണേ. ഏയ്, എനിക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യം ഇല്ലെന്ന് പറയാം. എന്നാ ശരി, കേറ്, നമുക്ക് അങ്ങോട്ട് പോയാലെന്ന് ചോദിക്കണം. ശരി, പോയേക്കാം. പ്രകാശൻ കമ്പനിയിലേക്ക് വാ, എന്നാൽ പുതിയ കമ്പനി തുടങ്ങുന്നിടത്തേക്ക് അവിടെ വെച്ച് നമുക്ക് സാലറി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാന്ന് പറയണേ. ശരി, ആയിക്കോട്ടെ. പ്രകാശനും ഭയങ്കര സെറ്റപ്പിലായിരുന്നു. രക്ഷപ്പെട്ടെന്നോർത്ത് പ്രകാശൻ ഇങ്ങനെ കയറി അങ്ങോട്ട് ഞെളിഞ്ഞങ്ങോട്ട് ഇരിക്കും അങ്ങോട്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട്
പ്രമോ വിശേഷത്തിൽ വരാട്ടോ. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് പ്രമോ ആയിരിക്കും. ഇന്നും വൈകുന്നേരം ആയിരിക്കും വരുന്നത്. ഇപ്പം മിക്കവാറും രാത്രി ആയതുകൊണ്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും ഞാൻ നെക്സ്റ്റ് വീക്ക് പ്രമോ ഇടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.